ഓരോ കാത്തിരിപ്പും ഒരു പുതിയ മംഗളവാർത്തയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ആരാധനാ ക്രമവത്സരത്തിലെ ഒരു പുതിയ വർഷത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. ഓരോ മനുഷ്യനെയും ഒരു പുതിയ കാലത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു കാലഘട്ടമാണ് മംഗളവാർത്ത കാലം. രക്ഷകന്റെ തിരുപ്പിറവി കാത്തിരുന്ന ഒരു ജനതയുടെ ആത്മീയതയിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന കാലഘട്ടമാണ് മംഗളവാർത്ത കാലം. ഇന്നേ ദിവസം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ധ്യാന വിഷയമായി നമ്മുടെ സഭ നമുക്ക് നൽകുന്നത്. ഇത് കാത്തിരിക്കുന്ന ഒരു 2 ദമ്പതികളുടെ കഥയാണ്. നമുക്കറിയാം, ഓരോ മനുഷ്യരും കാത്തിരിക്കുന്ന മനുഷ്യരാണ്. വിതക്കാരൻ വിളവിന് വേണ്ടി കാത്തിരിക്കുന്നു, പരീക്ഷ എഴുതിയ കുട്ടി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു, കാവൽക്കാർ പ്രഭാതമാകുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിത കാലയളവിൽ നമ്മൾ നല്ല നാളേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ ജീവിത കാലയളവിലും നല്ല നാളേക്ക് വേണ്ടി, നല്ലതിന് വേണ്ടി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ മംഗളവാർത്ത കാലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരാണ് നാം ഓരോരുത്തരും. ഇന്നത്തെ സുവിശേഷത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന സക്രിയായെയും എലിസബത്തിനെയും നാം കാണുന്നുണ്ട്. വചനം ഇപ്രകാരമാണ് അവരെ കുറിച്ച് പറയുക: അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമാണ്. ഇതാണ് അവർക്ക് തിരുവചനം നൽകുന്ന നിർവചനം. സക്രിയായും എലിസബത്തും അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ പ്രമാണങ്ങളും കൽപ്പനകളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. എങ്കിലും അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. പ്രിയമുള്ളവരെ, എല്ലാ ദമ്പതികളും ആഗ്രഹിക്കുന്നത് പോലെ, ഓരോ ദമ്പതികളും ജീവിക്കുന്നത് പോലെ, പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഇവരും തങ്ങൾക്ക് മക്കളുണ്ടാകാൻ, അതല്ലെങ്കിൽ ഒരു പുതുതലമുറയ്ക്ക് ജന്മം നൽകുവാൻ വേണ്ടി ആഗ്രഹിച്ച് കാത്തിരുന്നവരായിരുന്നു. പഴയ നിയമ പശ്ചാത്തലത്തിൽ മക്കൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു ശാരീരിക ബുദ്ധിമുട്ടോ മാനസിക ബുദ്ധിമുട്ടോ എന്നതിനേക്കാൾ ഉപരി ദൈവകോപം അല്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷ എന്ന രീതിയിൽ കാണുന്ന പശ്ചാത്തലത്തിൽ നാം ഈ തിരുവചനത്തെ ഭാഗത്തെ സമീപിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിച്ചിട്ടും എന്തേ ഇവരുടെ ജീവിതത്തിൽ ദൈവകോപം അല്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷ ഇന്നും നിലനിൽക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ നാം കാണുന്നുണ്ട് ചില മനുഷ്യരെ. എല്ലാ പ്രാർത്ഥനകളിലും പങ്കെടുക്കും, എല്ലാ ദിവ്യബലിക്കും സംബന്ധിക്കും, ദൈവത്തിന്റെ തിരുമുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകൾ കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായി അവർ ജീവിക്കും. എന്നിരുന്നാലും അവരുടെ ജീവിതത്തിൽ സങ്കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ, പ്രിയമുള്ളവരെ, പലപ്പോഴും പല കണ്ണുകളും പല നാവുകളും അവർക്ക് നേരെ ഉതിരും. എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ഇത്രമാത്രം നന്മയിൽ ജീവിച്ചിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നത്? ഇന്നത്തെ സുവിശേഷം അതിനുള്ള ഉത്തരം നൽകുകയാണ്. നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത് ദൈവത്തിന്റെ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയാണ്. സക്രിയായും എലിസബത്തും ദൈവത്തിന്റെ തീരുമാനം തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ നിറവേറപ്പെടുവാൻ വേണ്ടി കാത്തിരുന്ന മനുഷ്യരാണ്. എന്നതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളിൽ സങ്കടങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും അവസരത്തിൽ ദൈവത്തെ മാറ്റി നിർത്തുകയല്ല, അല്ലെങ്കിൽ ഇനി മുതൽ ഞാൻ ദേവാലയത്തിൽ പോകുന്നില്ല, പ്രാർത്ഥനയെ സംബന്ധിക്കുന്നില്ല എന്നതിനേക്കാൾ ഉപരി കൂടുതൽ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാനാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുക. പലപ്പോഴും മനുഷ്യന്റെ ആവലാതികളാണ് നമ്മളെ അസ്വസ്ഥരാക്കുന്നത് എന്നതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാനാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുക. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ ദൈവത്തിന്റെ തിരുമുമ്പിൽ കാഴ്ചവെക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പദ്ധതികൾ നമുക്ക് മുമ്പിൽ നിറവേറപ്പെടും. പ്രിയമുള്ളവരെ, വൈകിപ്പോകുന്നു എന്നുള്ളത് മനുഷ്യന്റെ ആവലാതി മാത്രമാണ്. എന്നാൽ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമയും ഉത്തരവാദിത്വവും. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ എന്ന് നമ്മൾ ദൈവത്തെ വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ. ഈ അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും മക്കളില്ലായിരുന്നു. അവർ ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളായിരുന്നു. അതുകൊണ്ട് തന്നെ അബ്രാഹം ഇസഹാക്കിന്റെയും, ഇസഹാക്ക് യാക്കോബിന്റെയും, യാക്കോബ് ജോസഫിന്റെയും പിതാക്കന്മാരായി തീർന്നു. അങ്ങനെ അവർ രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ്. നമ്മുടെ ജീവിതത്തിലും കാത്തിരിപ്പുകൾ നമ്മളെ കൂടുതൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് കാരണമാകും. മനുഷ്യന്റെ സാധ്യതകളും പദ്ധതികളും അവസാനിക്കുന്നിടത്ത് ദൈവത്തിന്റെ സാധ്യതകൾ തുടങ്ങുകയാണ്. ഒരു വൈദികൻ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ: നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ അപ്പോൾ നമ്മൾ സന്തോഷിക്കണം. കാരണം ഇനി നടക്കാൻ പോകുന്നത് നമ്മുടെ ആഗ്രഹമല്ല, മറിച്ച് ദൈവത്തിന്റെ ആഗ്രഹമാണ്. പ്രിയ സഹോദരങ്ങളെ, സക്കറിയ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ഓർത്തു എന്നുള്ളതാണ്. അബ്രാഹത്തിലൂടെയും മോശയിലൂടെയും ദൈവം അരുളി ചെയ്ത ഉടമ്പടി ദൈവം ഓർത്തു. പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്ത വിജയകരമായ അല്ലെങ്കിൽ രക്ഷാകരമായ പ്രവചനങ്ങളെ ദൈവം ഓർത്തു.
മനുഷ്യന്റെ പാപാവസ്ഥയുടെ കാരണമായ മനുഷ്യന്റെ ദയനീയ അവസ്ഥയെ ദൈവം ഓർത്തു. ദൈവം തന്റെ ജീവിതത്തിൽ ഇടപെടും എന്ന് ബോധ്യമുള്ള സക്രിയായുടെയും എലിസബത്തിന്റെയും സങ്കട കണ്ണീരിനെ ദൈവം ഓർത്തു. പ്രിയമുള്ളവരെ, ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ സമയമാകുമ്പോൾ, ദൈവത്തിന്റെ സമയം നമ്മിലേക്ക് വരുമ്പോൾ നമ്മുടെ സങ്കട കണ്ണീരിനെ, നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ ബുദ്ധിമുട്ടുകളെ ദൈവം ഓർക്കും. വചനത്തിൽ ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ടല്ലോ, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിലും നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ, ദൈവാനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്നതുപോലെ തന്നെ ഓരോ പാപിയുടെയും മാനസാന്തരത്തിന് വേണ്ടി ദൈവം വിരുന്നൊരുക്കി കാത്തിരിക്കുന്നുണ്ട്. ആ വിരുന്നാണ് വിശുദ്ധ ബലിയായി നമ്മുടെ മുമ്പിൽ എന്നും അർപ്പിക്കപ്പെടുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കുന്നത് പോലെ നാം മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ പക്കലേക്ക് തിരിയുന്നതിന് വേണ്ടി ദൈവം ഇന്നും കാത്തിരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരുന്നതിന് വേണ്ടി നമുക്ക് ഓരോരുത്തരും കാത്തിരിക്കുന്ന വിശ്വസ്ത ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന സാക്ഷികളായി നമുക്ക് മാറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.